രാം നിവാസിന്റെ കുടുംബം വലിയൊരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിന് 5 പെൺകുട്ടികളും 2 ആൺകുട്ടികളുമായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് 7 സഹോദരങ്ങളും ഉണ്ടായിരുന്നു. 5 പെൺകുട്ടികൾക്കായി 5 കൊച്ചുമക്കളും ഉണ്ടായിരുന്നു. അത് വളരെ വലിയൊരു കുടുംബമായിരുന്നു. കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളായിരുന്നു രാം നിവാസ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മകൾ റോഷ്നിയുടെ വിവാഹമായിരുന്നു കുടുംബത്തിലെ ആദ്യത്തെ വിവാഹം. ആദ്യത്തെ വിവാഹമായതുകൊണ്ട് എല്ലാവരെയും ക്ഷണിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് വിളിക്കാനുള്ളവരുടെ ലിസ്റ്റാണ് ഇന്ന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ഈ കല്യാണത്തിന് ഒരു ഗസ്റ്റിനെ പോലും വിളിക്കാൻ വിട്ടുപോകരുത്. ചേട്ടാ, അമേരിക്കയിലുള്ള അങ്കിളുടെ മോളെ വിളിക്കണം. വിളിച്ചില്ലെങ്കിൽ അമ്മാവൻ ഇനി എപ്പോഴും പരാതി പറയും. അതേ ചേട്ടാ, ബിന്ദു ചേച്ചി പറഞ്ഞത് ശരിയാ. അവളെ വിളിക്കാം. എങ്കിൽ ശരി, അവളുടെ പേരെഴുതിക്കോ. അവളുടെ ഭർത്തൃ വീട്ടുകാരെ കൂടി വിളിക്കാം. നോക്കൂ, പട്ടിന്റെയിലുള്ള അമ്മാവന്റെ മരുമകനെ കൂടി വിളിക്കണം. അവരുടെ നാത്തൂമാരെ കൂടെ വിളിക്കണം. എന്നാ ചേച്ചി ഇനി പോയി എല്ലാവർക്കും ചിഞ്ചർട്ടി ഉണ്ടാക്കി കൊണ്ടുവരൂ. ശരി റോഷ്നി, ഉണ്ടാക്കാം. ലാജ്വന്തി, റോഷ്നിയെ കൊണ്ട് വീട്ടുജോലിയൊന്നും ഇപ്പൊ ചെയ്യിക്കല്ലേ. കുറച്ചു ദിവസത്തിനുള്ളിൽ വേറെ വീട്ടിൽ പോകേണ്ട ആളല്ലേ. പപ്പ, അങ്കിളിനും ആന്റിക്കും ചായ ഉണ്ടാക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. നമ്മുടെ മരുമകൾ വളരെ സ്മാർട്ടാണ്. ചായ കൊണ്ടുവന്നോളൂ മോളെ. എല്ലാ അതിഥികളുടെയും ലിസ്റ്റ് തയ്യാറായി. വീട്ടിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി. അച്ഛാ, ഹോട്ടൽസൊക്കെ വളരെ എക്സ്പെൻസീവാ. കല്യാണ സീസൺ ആയതുകൊണ്ട് എല്ലാ ഹോട്ടലും റേറ്റ് കൂട്ടിയിരിക്കുക. അത് നോക്കിയിട്ട് കാര്യമില്ല മോനെ. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഒരു കുഴപ്പമില്ല, നീ ഹോട്ടൽ റൂം ബുക്ക് ചെയ്തോ. വരുന്നവരെയെല്ലാം നമുക്ക് ഹോട്ടലിൽ താമസിപ്പിക്കാം. വീട്ടിലാണെങ്കിൽ അധികം സ്ഥലമില്ലല്ലോ. എല്ലാ ഗസ്റ്റുകളും വരുമെന്ന് രാം നിവാസ് ജിക്ക് അറിയാമായിരുന്നു. എയർ കണ്ടീഷൻ റൂമിൽ താമസിക്കാനാണ് അവർക്ക് താല്പര്യം. വേനൽക്കാലമായതിനാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നല്ലൊരു ഹോട്ടൽ ബുക്ക് ചെയ്യുകയാണ് ഉചിതമെന്ന് അദ്ദേഹത്തിന് തോന്നി. ചേട്ടാ, എന്തിനാ എക്സ്പെൻസീവായ ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുന്നേ? നമുക്കൊരു പുതിയ വീടുണ്ടാക്കിയിട്ട് അവിടുത്തെ റൂംസൊക്കെ റെന്റിന് കൊടുത്താൽ പോരെ? ഇന്നലെ അങ്കിളിന്റെ ഫോൺ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ മോളും ഭർത്താവും മരുമകളൊക്കെ കൂടി വരുന്നുണ്ടെന്നാ. അതുകൊണ്ട് എല്ലാവർക്കുള്ള റൂം ബുക്ക് ചെയ്തോ. എന്തായാലും ഒരു കല്യാണമൊക്കെ ആവുമ്പോ പണച്ചെലവരൽപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരിക്കും. അമ്മാവന് അച്ഛന്റെ സ്ഥാനാ ഉള്ളത്. അദ്ദേഹം റൂം ബുക്ക് ചെയ്യാനാ പറഞ്ഞത്. അദ്ദേഹം വീണ്ടും എന്നോട് പറയുകയുണ്ടായി, റോഷ്നി എനിക്ക് കൊച്ചുമോളെ പോലെയാണെന്ന്. വലിയൊരു ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത്. ഒരു പ്രശ്നവുമില്ല ലാജുവന്തി ചേച്ചി. നമ്മുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്ന ആദ്യത്തെ കല്യാണമല്ലേ. ഒരു കുറവും വരുത്തണ്ട. നമ്മുടെ കുട്ടിയുടെ കല്യാണം നമ്മൾ ഗ്രാൻഡായിട്ട് തന്നെ നടത്തും. കുടുംബാംഗങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞപ്പോൾ രാം നിവാസ് ജിക്കും ധൈര്യമുണ്ടായി. വിവാഹ ദിവസം അടുത്തെത്തിയപ്പോൾ അതിഥികളെല്ലാം വരാൻ തുടങ്ങി. പേടിക്കണ്ട, ഹോട്ടൽ അടുത്ത് തന്നെയുണ്ട്. ഞാൻ ദക്ഷയോടും സായലിനോടും ഇപ്പം തന്നെ പറഞ്ഞോളാം. ശിവാനിയുടെ മോളെയും മരുമോനെയും അവർ കൊണ്ടുപോയിക്കോളും. സഹോദരൻ ഹരീഷിന്റെ മകൾക്ക് ഹോട്ടൽ ബുക്ക് ചെയ്തോ. എങ്കിൽ ഞങ്ങൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്തോളാം. മോനെ രക്ഷ, ഈ ലഗേജൊക്കെ ഹോട്ടലിലേക്ക് എടുത്തോളൂ. പക്ഷേ റൂംസൊക്കെ മോനെ സായില്ലേ, ഒരു പ്രശ്നമില്ല. അവരുടെ ലഗേജും കൂടി എടുത്തോളൂ. പെങ്ങൾ അവരുടെ കൂടെ ഹോട്ടലിലേക്ക് പൊക്കോളൂ. ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കുന്നുണ്ട്. ഹൽവയൊക്കെ ഉണ്ടാവും. അതിഥികൾ ഓരോരുത്തരായി ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങി. തൊട്ടടുത്ത റിലേറ്റീവ്സിന്റെ വീടുകളിലേക്ക് പോയ ഗസ്റ്റുകളും ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങി. അല്പം വിശ്രമിച്ചതിന് ശേഷം ഗസ്റ്റുകളെല്ലാം ധർമ്മശാലയിലെത്തി. ഹൽവായികൾ ചൂടോടെ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങി. മരുമോനെ വാ, ഭക്ഷണമൊക്കെ റെഡിയായി. ആ മോനെ, കഴിച്ചോ കഴിച്ചോ. അങ്കിൾ, ഹൽവായികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം റോക്കിയും ഫാമിലി മെമ്പേഴ്സ് ഒന്നും കഴിക്കാൻ തയ്യാറാവുന്നില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കെന്നാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാലോ? ശരി ഡാർലിംഗ്, ഈ ഭക്ഷണമെല്ലാം വൃത്തിയില്ലാത്തതാ. അച്ഛനും അമ്മയ്ക്കും എനിക്കൊന്നും ഇത് കഴിക്കാൻ പറ്റില്ല. ഒരു കുഴപ്പമില്ല മോനെ, ഹോട്ടലിലേക്ക് പോവാൻ വരൂ. മാത്രമല്ല ഇവിടെ നല്ല ചൂടുമാണ്. അമേരിക്കയിൽ നിന്ന് വന്ന ഫാമിലിയുടെ കയ്യിൽ ഇന്ത്യൻ മണി കുറവായിരുന്നു. അവർ 4 ദിവസത്തോളം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം ഓർഡർ ചെയ്തു. വിവാഹ ദിവസം വന്നെത്തി. എല്ലാ ഗസ്റ്റുകളും കല്യാണത്തിന് പോകാൻ തയ്യാറായി. ആ സമയത്ത് ഭട്ടിന്റെയുടെ മരുമകൻ പർമീന്ദറും അമേരിക്കയിൽ നിന്നുള്ള മരുമകനും തമ്മിൽ വഴക്കായി. ലിഫ്റ്റിൽ ആദ്യം ഞാൻ പൊക്കോളാം. നിങ്ങൾ എങ്ങനെയാ വരുന്നത്? ഞാനേ റോഷ്നിയുടെ മരുമോനാ. ലിഫ്റ്റ് സ്റ്റോപ്പ് ചെയ്തത് ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ലിഫ്റ്റിൽ കയറും. അവരുടെ വഴക്ക് കൂടിക്കൊണ്ടിരുന്നു. അവസാനം അവരിരുവരും അടിപിടി കൂടാൻ തുടങ്ങി. അവർ ഹോട്ടലിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കാൻ തുടങ്ങി. ഈ ഗസ്റ്റുകളൊക്കെ ഹോട്ടൽ ആരെ ഇങ്ങനെ ഡാമേജ് ആക്കി? ഞങ്ങള് രാം നിവാസ് അദ്ദേഹത്തിന്റെ വെഡിങ്ങിന് വന്നതാ. ഇതൊന്നും എന്റെ തെറ്റല്ലേ. ഈ മാനേഴ്സ് ഇല്ലാത്തവനാ കാരണം. എന്ത് മാനേഴ്സ് ഇല്ലാത്തവനെന്നോ? നിന്റെ അച്ഛനാടാ മാനേഴ്സ് ഇല്ലാത്തവൻ. നിന്റെ കുടുംബം മൊത്തം മാനേഴ്സ് ഇല്ലാത്തവരാ. നിന്റെ ഫാമിലിയെ പറ്റി പറയുന്നോ? രാം നിവാസ് ജി വിവാഹപ്പന്തലിൽ നിന്നിറങ്ങി ഇവർ തമ്മിലുള്ള വഴക്ക് തീർക്കാനായി ഹോട്ടലിലേക്ക് പോയി. അവരുടെ വഴക്കെല്ലാം അവസാനിപ്പിച്ചുവെങ്കിലും ആരും സന്തോഷവാന്മാരായിരുന്നില്ല. ഇതുപോലുള്ള ഗസ്റ്റുകളെയൊക്കെ കല്യാണത്തിന് ആരാ വിളിച്ചത്? അവർക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയില്ല. പപ്പ, റോക്കിക്കും പാരന്റ്സിന് ഇന്ന് തന്നെ അമേരിക്കയിലേക്ക് തിരിച്ചു പോകണമെന്ന് അവരാകെ ഇൻസൾട്ട് ആയിട്ടിരിക്കുക. ശീതൽ മോളെ, രോഷ്നിയുടെ വിവാഹം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്.
നീ അവരുടെ ദേഷ്യമൊക്കെ മറക്കാനായിട്ട് പറയണം. ഇത് നമ്മുടെ ഫാമിലിയിലെ ആദ്യത്തെ വിവാഹമല്ലേ. ഇത് നന്നായിട്ട് നടക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ മോളെ. രാം നിവാസ് ജി തൊഴുതുകൊണ്ട് ഗസ്റ്റുകളുടെ മുന്നിൽ നിന്നു. അതേസമയം റോഷ്നി ചടങ്ങിനായി അവിടെ എത്തി. അവൾക്ക് വളരെ ദേഷ്യം വന്നു. അച്ഛാ, എന്താ ഈ ചെയ്യുന്നേ? എന്തിനാ അവരോടൊക്കെ ക്ഷമ ചോദിക്കുന്നേ? അവർക്ക് നമ്മളെ മതിപ്പില്ലെങ്കിൽ നമ്മൾ എന്തിനാ അവരെ മതിക്കുന്നേ? പോണോന്നുള്ളൊരു പൊയ്ക്കോട്ടെ. ആര് പോയാലും എന്റെ വിവാഹം മുടങ്ങില്ല. വിവാഹ സമയത്ത് ബന്ധുക്കൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമായ കാര്യമാണ്. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ബന്ധുക്കളുടെ ആവശ്യം എന്തിനാ? അവർക്ക് മറ്റുള്ളവരുടെ നിസ്സഹായാവസ്ഥ അറിയില്ല. ആരും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചില്ലല്ലോ. ഇവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാ. എന്നാലും വേണ്ടപ്പെട്ടവരുടെ വിവാഹമാകുമ്പോൾ ആരും ഇതൊന്നും കണക്കിലെടുക്കാറില്ല. നമ്മളെ അടുത്ത ബന്ധുക്കളായിട്ട് കാണാത്തിടത്തോളം ഇതൊന്നും അവർക്ക് സഹിക്കേണ്ട കാര്യമില്ലല്ലോ. റോഷ്നിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഈ പ്രശ്നം ഉണ്ടാക്കിയ ബന്ധുക്കൾക്കൊക്കെ അവർ ചെയ്ത പ്രവൃത്തി ഓർത്ത് ലജ്ജ തോന്നി. എല്ലാവർക്കും വളരെയധികം വിഷമം തോന്നി. അതിനുശേഷം നടന്ന ചടങ്ങുകളിൽ റോഷ്നിയുടെ ബന്ധുക്കൾ വരന്റെ വീട്ടുകാരുമായി വളരെ മാന്യമായും സ്നേഹത്തോടും കൂടിയും പെരുമാറി. മിസ്റ്റർ റോക്കി, ആ ബ്രെഡ് ഒന്ന് ചൂടാക്കോ? അത് വല്ലാതെ തണുത്തിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ല പർമീന്ദർ സർ, ഞാൻ മാനേജറോട് സംസാരിക്കാം. വെഡിങ്ങിനുള്ള ഭക്ഷണമൊക്കെ ചൂടായിട്ട് തന്നെ സെർവ് ചെയ്യണമല്ലോ. എന്നോട് ക്ഷമിക്കൂ പർമീന്ദർജി, ഞാൻ നിങ്ങളോട് കുറച്ച് ദേഷ്യത്തിൽ പെരുമാറി. ഞാനും നിങ്ങളോട് അല്പം മോശമായല്ലേ പെരുമാറിയത്. സാരമില്ല, എന്നോടും ക്ഷമിക്കണം. ഞാനും നിങ്ങളോട് മാപ്പ് പറയുന്നു. ലജ്വന്തി, കണ്ടില്ലേ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണം? നമ്മുടേത് ഒരു വലിയ ഫാമിലി അല്ലേ. എല്ലാവരും ഒത്തുകൂടുന്നതും അതിഥികളെ സൽക്കരിക്കുന്നതൊക്കെ കണ്ടില്ലേ? ഞാനും ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. അതെ, പർമീന്ദറിനെ റോക്കിയും കണ്ടിട്ട് അവര് തമ്മിലുള്ള വഴക്കൊക്കെ തീർന്നെന്നാ തോന്നുന്നേ. എന്തായാലും നമ്മുടെ മോടെ കല്യാണം വളരെ നന്നായി നടന്നല്ലോ. ഇപ്പോ ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. അതിഥികൾക്കെല്ലാം അവരവരുടെ തെറ്റുകൾ മനസ്സിലായി. റോഷ്നി പോയതിനു ശേഷം രാംനിവാസ് ജി ഹോട്ടലിലേക്ക് ബില്ല് പേ ചെയ്യാൻ ചെന്നപ്പോൾ അമ്പരന്നുപോയി. ഹോട്ടലിലെ ബില്ലുകളെല്ലാം നേരത്തെ തന്നെ അടച്ചിരുന്നു. രാംനിവാസ്, എല്ലാ ഗസ്റ്റുകളും അവരവരുടെ റൂം റെന്റ് അവർ കൊടുത്തു കഴിഞ്ഞു. തെറ്റെന്റെ ഭാഗത്താ. റോഷ്നി നമ്മുടെ കുടുംബത്തിലെ കുട്ടിയല്ലേ. ഈ ഫാമിലിയിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമല്ലേ ഇത്. ഞങ്ങൾക്കത് മനസ്സിലായില്ല. പക്ഷെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. ആ വലിയ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണമായിരുന്നു അത്. ഇതിന്റെ ഗുണപാഠം എന്തെന്നാൽ ഈ വിവാഹത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് അവർ തന്നെ സോൾവ് ചെയ്തു. കുടുംബത്തിലൊരു ആഘോഷം നടക്കുമ്പോഴാണ് ബന്ധുക്കൾക്ക് നമ്മളോടുള്ള സമീപനം മനസ്സിലാകുന്നത്. ആ സമയത്ത് നമ്മളോടൊപ്പം നിന്ന് നമ്മളെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. ചടങ്ങുകൾ എന്തായാലും എല്ലാവരും പരസ്പരം മാന്യമായി പെരുമാറണം. നമ്മളും ഇത്തരത്തിലുള്ള ചടങ്ങിന് പോകുമ്പോൾ മറ്റുള്ളവർക്ക് ബാധ്യതയാകരുത്. ഏത് രീതിയിലും അവരെ സഹായിക്കുന്നവരാണ് യഥാർത്ഥ ബന്ധുക്കൾ. പാർവതി തന്റെ മരുമകളായ സോനത്തിനെ കാത്ത് കയ്യിൽ താലപ്പൊലിയുമായി നിന്നു. മരുമകളെ ആരതി ഒഴിഞ്ഞ് പാർവതി പറഞ്ഞു, സോനം മോളെ, നിന്റെ കാലുകൊണ്ട് കലം ചവിട്ടി കേറിവാ. സോനം കലം ചവിട്ടി അകത്തേക്ക് കയറി. ആ വീട് കണ്ട് സോനം പറഞ്ഞു, സൂരജ്, നിന്റെ വീട് എന്ത് ചെറുതാണ്. അയ്യോ, നീ എന്താ ഭർത്താവിന്റെ പേര് വിളിക്കുന്നത്? ഞങ്ങൾ ഭർത്താവിന്റെ പേര് വിളിക്കില്ല. ആണോ? അപ്പോൾ അച്ഛനെ എങ്ങനെയായിരുന്നു വിളിച്ചിരുന്നത്? ഞാൻ സൂരജിന്റെ അച്ഛനെന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ അമ്മേ, എനിക്കിവനെ ബഡ്ഡിയുടെ അച്ഛനെന്ന് വിളിക്കാൻ എനിക്ക് നാണം വരുന്നു. നിങ്ങളുടെയൊക്കെ ഒരു കാര്യം. നീ ഇവനെ അതേ ഇതേന്നൊക്കെ വിളിച്ചോ. ശരി, മുറിയിൽ പോയി രണ്ടുപേരും ഫ്രഷായിട്ട് വാ. നാളെ നിന്റെ കൈകൊണ്ട് പ്രസാദമുണ്ടാക്കാനുള്ളതെന്ന് നീ മറക്കരുത്. നമുക്ക് കുലദൈവത്തിന് പൂജയും നൽകണം. അടുത്ത ദിവസം സോനം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. തന്റെ ആദ്യത്തെ പാചകത്തിനായി അടുക്കളയിലേക്കും പോയി. അവൾ ആദ്യ ദിവസം തന്നെ എല്ലാവർക്കും ഹൽവയുണ്ടാക്കി. അങ്ങനെ കുലദൈവത്തിന്റെ അമ്പലത്തിൽ പോയി പ്രസാദവും കൊടുത്തു. അങ്ങനെ കുറച്ചുനാൾ കടന്നുപോയി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ സോനത്തിന് വീട്ടിലെ അവസ്ഥ മനസ്സിലായി തുടങ്ങി. ഒരിക്കൽ, നോക്കൂ, വീട്ടിലെ എല്ലാ പച്ചക്കറികളും തീർത്തുപോയി. കുറച്ച് പണം തന്നില്ലെങ്കിൽ വൈകുന്നേരം വീട്ടിലുണ്ടാക്കാൻ ഒരു സാധനവുമില്ല. വെറും ഉപ്പും അച്ചാറും വെച്ച് റൊട്ടി തിന്നേണ്ടി വരും. ഭക്ഷണത്തിന് എവിടെ പോകാനാ? മുതലാളി ഇതുവരെ ശമ്പളം തന്നില്ല. ശരി, ഞാൻ പോകുക. ജോലിക്ക് കയറാൻ സമയമായി. സൂരജ് ഒരു ഫാക്ടറിയിൽ ഗാർഡായി വർക്ക് ചെയ്തു. അവന്റെ ശമ്പളം കുറവായിരുന്നതുകൊണ്ട് ചിലവിനൊന്നും ഇല്ലായിരുന്നു. ദൈവമേ, 50 രൂപയുടെ വഴുതനങ്ങയോ? അയ്യോ, അത്രയൊന്നും എനിക്ക് വേണ്ട. ഈ ഉരുളക്കിഴങ്ങിന് എത്രയാ? ഉരുളക്കിഴങ്ങിന് 60 കിലോയ്ക്ക്. എല്ലാത്തിനും എന്താ വില? എല്ലാ പൈസയും പച്ചക്കറിക്ക് കൊടുത്താൽ അരി എങ്ങനെ വാങ്ങും? പെട്ടെന്ന് സോനത്തിന്റെ ചെവിയിൽ 10 രൂപ അച്ചാറെന്ന് കേട്ടു. 10 രൂപയ്ക്ക് അച്ചാർ? ഇന്ന് ഇത് വാങ്ങിക്കൊണ്ട് പോകാം, എന്തെങ്കിലുമൊക്കെ ആകുമല്ലോ. അന്നവൾ അച്ചാറുമായി വീട്ടിലേക്ക് പോയി. അതുകൊണ്ട് എല്ലാവരും റൊട്ടിയും കഴിച്ചു. എന്നാൽ അടുത്ത കുറേ ദിവസങ്ങളായി വീട്ടിൽ ഇങ്ങനെ തന്നെ സംഭവിച്ചു.
മോളെ ദിവസവും ഈ അച്ചാറും റൊട്ടിയും കഴിച്ചിട്ട് വയ്യ. വീട്ടിൽ പച്ചക്കറി ഒന്നുമില്ലേ? അമ്മയ്ക്കറിയാമല്ലോ ചേട്ടന്റെ വരുമാനം എത്രയാണെന്ന്. ചന്തയിൽ പച്ചക്കറിക്കൊക്കെ എന്താ വില? ചേച്ചി പറഞ്ഞത് ശരിയാ, ഉള്ളത് വെച്ച് കഴിക്കാം. എനിക്കൊന്നും വേണ്ട ഈ പച്ചക്കറി ഇല്ലാത്ത ഭക്ഷണം. ബഡ്ഡി, ഓ ബഡ്ഡി, ഇവിടേക്ക് വാ. അടുത്തുള്ള കമലയോട് പറ ഈ പാത്രത്തിൽ കുറച്ച് കറി തരാൻ. 8 വയസ്സുള്ള ബഡ്ഡി അപ്പോൾ പാത്രവുമെടുത്ത് അടുത്തുള്ള കമല മുത്തശ്ശിയുടെ അടുത്തേക്ക് പോയി. ഹാ പറ ബഡ്ഡി, ഈ പാത്രം കൊണ്ടെന്തിനാ വന്നത്? മുത്തശ്ശി കുറച്ച് കറി ചോദിച്ചു. കമല അപ്പോൾ മനസ്സിൽ ചിന്തിച്ചു, ഇന്നിവർക്ക് കറി കൊടുത്തു വിട്ടാൽ വീണ്ടും പാത്രം കൊണ്ട് കറി ചോദിച്ചു വരും. ഒരു കാര്യം ചെയ്യാം, ഇന്നലത്തെ ബാക്കി പച്ചക്കറിയുണ്ട്, അത് കൊടുത്തുവിടാം. കമല ബഡ്ഡിക്ക് പഴയ പച്ചക്കറികൾ കൊടുത്തുവിട്ടു. അത് അവരെല്ലാവരും കഴിച്ചു. വൈകുന്നേരം അവൾ ചന്തയിൽ പോയി 10 രൂപയ്ക്ക് കുറച്ച് പച്ചക്കറികൾ വാങ്ങി. എന്നാൽ അതുകൊണ്ട് കുറച്ച് കറിയേ ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. അത് അമ്മായിയമ്മയ്ക്ക് മാത്രമേ തികഞ്ഞുള്ളൂ. ഒരിക്കൽ എന്നും പച്ചക്കറികൾ കടയിന്ന് വാങ്ങേണ്ട അവസ്ഥയാണ്. അതൊക്കെ എന്റെ ഗ്രാമത്തിൽ. അവിടെ പാടത്തു നിന്ന് വാങ്ങിയാൽ എന്ത് ലാഭമാ? കുറച്ച് പച്ചക്കറി മുറ്റത്ത് വളർത്തിയിരുന്നെങ്കിൽ അതിൽ നിന്ന് കുറച്ച് കിട്ടുമായിരുന്നു. എന്നാൽ ഇവിടെ അത്രയും സ്ഥലമില്ല അങ്ങനെ ചെയ്യാൻ. നഗരത്തിൽ ഒരിടത്തും സ്ഥലം കിട്ടില്ലല്ലോ, പച്ചക്കറിയും വളരില്ല. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുമത്? അതിനുശേഷം സോനം വീട്ടിലെ പണികളെല്ലാം ചെയ്തു. എന്നാൽ അപ്പോഴും അവളുടെ മനസ്സിൽ ഇത് തന്നെ ചിന്തിച്ചു. അവൾ വൈകുന്നേരം തുണിയെടുക്കാൻ പോയി. അപ്പോൾ കാലിയായി കിടക്കുന്ന ടെറസ് കണ്ട് അവൾ ചിന്തിച്ചു, ഞാൻ എന്തൊരു മന്ദബുദ്ധിയാ! ഇത്രയും വലിയ ടെറസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് ഇവിടെ പച്ചക്കറി വളർത്തിക്കൂടാ? എന്നാൽ കുറച്ച് കഷ്ടപ്പെടണം. സോനത്തിന്റെ മനസ്സിൽ ഉത്സാഹം തോന്നിത്തുടങ്ങി. അവൾ അന്ന് തന്നെ അവിടെല്ലാം മണ്ണിട്ട് അതിൽ വിത്തുകളിട്ട് പച്ചക്കറി വളർത്താൻ തുടങ്ങി. പിന്നെ അതവൾ നന്നായി പരിപാലിക്കാനും തുടങ്ങി. ദിവസങ്ങൾക്കുള്ളിൽ പച്ചക്കറികൾ നന്നായി വളർന്നു. ഇത് കണ്ട് സോനത്തിന് വളരെ സന്തോഷമായി. അമ്മേ, കറി നന്നായിട്ടുണ്ട്, നല്ല രുചി. സത്യമായിട്ടും കൊള്ളാം, ഇതിന് നല്ല രുചിയുണ്ട്. നമ്മൾ വളർത്തുന്ന പച്ചക്കറിക്ക് രുചി വേറെ തന്നെയാ. ഇത് എന്റെ മരുമകളുടെ അധ്വാനമാണ്. നഗരമായിരുന്നിട്ടും അവൾ നല്ലതുപോലെ പച്ചക്കറി വിളവെടുത്തു. മോളെ, എനിക്ക് കുറച്ചുകൂടി കറിതാ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്റെ ഗ്രാമത്തിലെ പച്ചക്കറികൾ കഴിക്കുന്നത് പോലെ തോന്നുന്നു. ഗ്രാമത്തിൽ നിന്നും നഗരത്തിലേക്ക് പച്ചക്കറികൾ വരുന്നതുകൊണ്ട് അത് പഴകി കേടാകും. അതിന് ഒരു സ്വാദും കാണില്ല. നീ അവിടെ അധ്വാനിച്ച് ഞങ്ങൾക്കിപ്പോൾ നീ നല്ല പച്ചക്കറികൾ തരുന്നു. നിന്നെ പ്രശംസിക്കാതിരിക്കാൻ വയ്യ. സോനത്തിനും അവൾ നട്ടുവളർത്തുന്നത് ഇഷ്ടമായിരുന്നു. അവൾ ഒഴിവു സമയങ്ങളിൽ അത് പരിപാലിക്കാനും തുടങ്ങി. ഒരു ദിവസം, നീ നന്നായി അധ്വാനിക്കുന്നുണ്ട് സോനം. ഇന്ന് നീ കാരണം നമുക്ക് പച്ചക്കറിയുടെ പൈസ ലാഭമുണ്ട്. പിന്നെ നമുക്ക് നല്ല പച്ചക്കറിയും കഴിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് കമല വന്നു. അതെ മോളെ, എന്റെ വീട്ടിലെ പച്ചക്കറികളെല്ലാം തീർന്നു. ചന്തയിൽ പോകാൻ ആരുമില്ല. മോള് പോയി ടെറസിൽ നിന്നും കുറച്ച് പച്ചക്കറികൾ കൊണ്ടുവാ. എങ്ങനെ, നീ അന്ന് തന്നതുപോലെ പഴകിയ പച്ചക്കറികളോ? മോളെ, ഇവിടെയും കുറച്ച് പഴകിയ പച്ചക്കറികളില്ലേ? അത് കമലയ്ക്കങ്ങ് കൊടുത്തേക്ക്. നീ അന്ന് ചെയ്ത കാര്യത്തിൽ എന്റെ മനസ്സ് നന്നായി വിഷമിച്ചിരുന്നു. പാർവതി, എന്നോട് ക്ഷമിക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അമ്മേ. അമ്മ ഇരിക്കെ, ഞാൻ പോയി വഴുതനങ്ങ കൊണ്ടുവരാം. സോനം ടെറസിൽ പോയി അവർക്ക് വഴുതനങ്ങ പറിച്ചു കൊടുത്തു. അവൾ അടുത്ത ദിവസവും സോനത്തിന്റെ വീട്ടിലേക്ക് വന്നു. സോനം മോളെ, ഇത്രയും നല്ല പച്ചക്കറി ഞാൻ നഗരത്തിൽ കഴിച്ചിട്ടേയില്ല. എന്ത് സ്വാദാണതിന്! മോൾ ഇന്നും കൂടെ കുറച്ച് പച്ചക്കറികൾ എനിക്ക് തന്നേ പറ്റൂ. അതിനു പകരം ഞാൻ പൈസ തരാം. വേണ്ട വേണ്ടമ്മേ, കുഴപ്പമില്ല, ഞാൻ ഇപ്പോൾ തരാം. സോനം ടെറസിൽ നിന്ന് പച്ചക്കറികൾ കൊണ്ടു കൊടുത്തു. അതിനു പകരം കമല അവൾക്ക് പൈസയും കൊടുത്തു. വയ്ക്ക് മോളെ, ഇത് നിന്റെ അധ്വാനത്തിൻ്റെതാ. നമ്മൾ ചന്തയിൽ പോയി പച്ചക്കറി വാങ്ങുമ്പോൾ അവിടെയും പൈസ കൊടുക്കണ്ടേ? പിന്നെ എനിക്ക് തോന്നിയ കാര്യമാണ്. നിനക്കിത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് പൈസ ഉണ്ടാക്കിക്കൂടെ? ആദ്യമായി മറ്റൊരാളുടെ പ്രശംസ കേട്ട് സോനത്തിന് വളരെ സന്തോഷമായി. അതവൾ ഒരു തൊഴിലാക്കാനും ചിന്തിച്ചു തുടങ്ങി. അവൾ വീടിനു വെളിയിൽ ജൈവ പച്ചക്കറി എന്ന ബോർഡും വച്ചു. ആർക്കൊക്കെ ജൈവ പച്ചക്കറികൾ വേണ്ടി വന്നോ അവളുടെ വീട്ടിൽ വന്ന് അവളുടെ ടെറസിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി. സോനം, എനിക്ക് 2 കിലോ വഴുതനങ്ങ, 1 കിലോ ഉരുളക്കിഴങ്ങും വെണ്ടക്കയും താ. ശരി ശരി, ഇപ്പോൾ തന്നെ തരാം. സോനം, നീ കാരണം ഞങ്ങൾക്കിപ്പോൾ നല്ല പച്ചക്കറികൾ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതാ 300 രൂപ. ഇപ്പോൾ അവളുടെ ജീവിതശൈലി തന്നെ മാറി. കാരണം അവർ പച്ചക്കറി കഴിക്കുന്നതിനോടൊപ്പം പച്ചക്കറിയിൽ നിന്ന് വരുമാനവും കണ്ടെത്തി. ഇപ്പോൾ വീട്ടുചിലവ് നടന്നു പോകുന്നത് പച്ചക്കറികൾ വിറ്റായിരുന്നു. ഇപ്പോൾ സൂരജിന്റെ ശമ്പളവും ഒരു പ്രശ്നമായി മാറിയില്ല. അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു.